ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പോളിംഗ് ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളിലായി. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും 11-നുമായി 2 ഘട്ടങ്ങളിലായാണ് പോളിംഗ് നടക്കുന്നത്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തീയതി പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി 7 ജില്ലകളിൽ ഡിസംബർ 11-നും തെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. 23,576 വാർഡുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി 33,746 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. 2.84 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 2,841 പ്രവാസി വോട്ടർമാരുമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14-ന് പുറത്തിറക്കും. നവംബർ 14-ന് തന്നെയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21-നാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. ഈ മാസം 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 1,80,000 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 70,000 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷ ഉറപ്പാക്കും. ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. ഡിസംബർ 18-ന് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 13 വരെ പ്രാബല്യത്തിലുള്ള പെരുമാറ്റച്ചട്ടം മാധ്യമങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ എല്ലാ ജനങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. ജാതിയുടെയോ സമുദായത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ വോട്ട് ചോദിക്കുകയോ മതസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാനോ പാടില്ല. പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും പാടില്ല. മറ്റു സ്ഥാനാർത്ഥികളുടെയോ പാർട്ടി പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പാടില്ല. കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അധികാരത്തിലിരിക്കുന്ന കക്ഷി ഔദ്യോഗിക സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിക്കരുത്. ജനപ്രതിനിധികൾ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയോ ചെയ്യാൻ പാടില്ല. പുതിയ പദ്ധതികളോ സ്കീമുകളോ ആരംഭിക്കുകയോ ഉദ്ഘാടനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുണ്ടാകും. മാധ്യമപ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 2016 മുതൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പാലിച്ചു വരുന്ന ഗ്രീൻ പ്രോട്ടോകോൾ രീതി ഇത്തവണയും തുടരും. പ്രകൃതി സൗഹൃദപരമായ മാർഗങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക് പോലെയുള്ള പുനഃചംക്രമണം സാധ്യമല്ലാത്ത ഒരു വസ്തുവും ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം. പോളിംഗ് ബൂത്തുകളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ 22 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഈ മാസം 12-നു ശേഷം മറ്റു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 93 സീറ്റുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസും BJPയും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു.
പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, സർക്കാർ നയങ്ങൾ, പൊതുവിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യക്ഷമമായ ചർച്ചകളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബന്ധമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അങ്കോള ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. അങ്കോളയിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ നാളെ മുതൽ ഈ മാസം 13 വരെ ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഭൂട്ടാൻ രാജാവുമായി ചേർന്ന് 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച പദ്ധതിയാണിത്. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ലോക സമാധാന പ്രാർത്ഥനാ മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായ സമഗ്ര ശിക്ഷ കേരളയുടെ കേന്ദ്ര വിഹിതമായ 1066.36 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ശ്രീ ശിവൻകുട്ടി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. 7 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. ജമ്മുകശ്മീരിലെ ബുദ്ഗാം, നഗ്രോട്ട, രാജസ്ഥാനിലെ അന്ത, ജാർഖണ്ഡിലെ ഖട്സില, തെലങ്കാനയിലെ ജൂബിലി ഹിൽസ്, പഞ്ചാബിലെ തരൺ താരൺ, മിസോറാമിലെ ഡാംബ, ഒഡീഷയിലെ നുവാപട എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നവംബർ 14 വോട്ടെണ്ണലും നടക്കും. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. മുൻ മന്ത്രിയും MLA-യുമായ കെ രാജുവിനെ ബോർഡ് അംഗമായും നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2025 നവംബർ 14 മുതൽ 2 വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. 1907 ഓഗസ്റ്റ് 22 സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ആദ്യ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. മാഡം കാമയും ശ്യാംജി കൃഷ്ണവർമ്മയും രൂപകൽപ്പന ചെയ്ത പതാകയിൽ വന്ദേ മാതരം എന്ന വാക്കുകൾ ആലേഖനം ചെയ്തിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 319 പോയിന്റ് ഉയർന്ന് 83,535-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 25,574-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 11,350 രൂപയും പവന് 440 രൂപ ഉയർന്ന് 90,800 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ തിരിച്ചടിച്ച് സൗരാഷ്ട്ര. ആദ്യ ഇന്നിംഗ്സിൽ 73 റൺസിന്റെ ലീഡ് വഴങ്ങിയ സൗരാഷ്ട്ര 2ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 351 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ സൗരാഷ്ട്രയ്ക്ക് 278 റൺസിന്റെ ലീഡുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധന നടത്തിയത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവ സംഘം പരിശോധിച്ചു. മധുരയിൽ ഇതു സംബന്ധിച്ച് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. ഇതിനു മുൻപ് മെയ് 22 സംഘം അണക്കെട്ട് സന്ദർശിച്ചത്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമായി പാലിക്കണമെന്ന് കേരള പോലീസ്. തിരക്ക് ഒഴിവാക്കുന്നതിനായി ബുക്കിംഗിൽ അനുവദിച്ചിട്ടുള്ള സമയ സ്ലോട്ട് കർശനമായി പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പോളിംഗ് ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളിലായി. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ.
കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.